ഹായ്, ഏവർക്കും ഷാൾ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൈറ്റിൽ കണ്ടിട്ട് വന്നതല്ലേ? പറഞ്ഞുതരാം. ആദ്യം ഈ വീഡിയോ കാണാൻ വന്ന ആളുകളൊക്കെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തോളൂ. ചാനലേ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് പോകാമല്ലോ. ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ, പിന്നേക്ക് വെക്കണ്ട. അപ്പോൾ പുതിയ ആളുകളുണ്ടാവും, നിലവിലെ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ടാവും. എന്തായാലും എല്ലാവരും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്താ വീഡിയോയുടെ ടൈറ്റിലായിരുന്നു? വീഡിയോസ് എല്ലാവർക്കും ഉപയോഗിക്കാം അല്ലേ? അതല്ലായിരുന്നു? എല്ലാ വീഡിയോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ലേ? പറ്റിച്ചതാണോന്ന് വിചാരിക്കണ്ട. അങ്ങനെയല്ല. ഈ ഷാൾ ടോക്സിൽ ഇപ്പോൾ നിലവിൽ കിടക്കുന്ന വീഡിയോസ് നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ? അത് ആവശ്യക്കാർക്കാണ് ഉപകാരപ്പെടുക. പല ആളുകൾക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. സ്വന്തമായിട്ട് ആവശ്യമുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് അവരുടെ വേണ്ടപ്പെട്ട വരുന്നില്ല വാക്കുകൾ, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, അയൽവാസികൾക്ക്, സഹപ്രവർത്തകർക്കൊക്കെ ഉപകാരപ്പെടും. കാരണം മനസ്സാണ് എല്ലാം. നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നത്? എല്ലാവർക്കും ഇല്ലേ മനസ്സൊക്കെ? ചിന്തകളാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ വേഗം കുറച്ചിട്ടുള്ളതും സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുള്ളതൊക്കെ എന്താ? മനസ്സാണ് അല്ലേ? അപ്പം അതിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന പല കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട്. ഓരോരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. പേരുകൾ നിങ്ങൾ നോക്കണ്ട, അതിനകത്തുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്ത് പോയാൽ ഒരു പിടുത്തം കിട്ടില്ല. കാരണം അങ്ങനെയാണ് ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം. അങ്ങനെയാണ്. അപ്പോൾ വാലും തലയില്ലാതെ കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല. ഏതായാലും കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കേൾക്കുക. കൂടുതൽ സമയം എടുക്കില്ല. നല്ല നല്ല വീഡിയോസ് ഇനിയും വരാനുണ്ട്. അതുകൊണ്ടാണ് സബ് ചെയ്ത് കൂടാൻ പറയണം. അപ്പം നിലവിലെ വീഡിയോ കാണാത്ത ആളുകളൊക്കെ സമയം കിട്ടുമ്പോൾ 10, 12, 15 മിനിറ്റൊക്കെ ഉള്ളൂ. കൂടുതലും 10 മിനിറ്റൊക്കെ ഉള്ളൂ. അതൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് ഓരോ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. സത്യത്തിൽ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എൻ്റെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയായിട്ട് കുറേ ആളുകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ കുറേ ആളുകളെ മാനേജ് ചെയ്ത് പോകുക എന്നുള്ളത് ഇത്തിരി പാടാണ്. അപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫാമിലിയിലെ ബുദ്ധിമുട്ടുകൾ, പ്രവർത്തന മേഖലയിലുള്ള മറ്റ് പ്രശ്നങ്ങൾ, ഇതൊക്കെ അവരെ മൈൻഡ് സെറ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈൻഡ് ബ്ലോക്ക് ആകുമ്പോൾ പ്രവർത്തനങ്ങളെ മന്ദീഭവം വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓരോരോ തടസ്സങ്ങൾ. ചിലർ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് പ്രശ്നം, അവരെ കളിയാക്കി, ഇവർ കളിയാക്കി എന്നുള്ള പരാതി. ചിലർക്ക് സ്വന്തമായിട്ട് തീരുമാനമില്ലാത്ത പ്രശ്നം, മറ്റുള്ളവരുടെ അടിമകളെപ്പോലെ നിന്ന് പോകുന്നതുകൊണ്ടുള്ള പ്രശ്നം. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ചിലർ നാട്ടുകാരുടെ അമ്മായിയായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ എന്താണെന്ന് ആ കഥ കേട്ടാൽ മനസ്സിലാവും. കറവപ്പശു പോലെ ഉള്ള ആളുകളുണ്ട്. കുറ്റപ്പെടുത്തലുകൾ നിങ്ങളെ തളർത്താറുണ്ടോ? അത് ഏതും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തൽ കേട്ട് തളരുന്ന ആളുകൾക്കുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വഴിയെ പറഞ്ഞുതരാം. അവനവൻ്റെ കാര്യങ്ങൾ, കുടുംബത്തെ കാര്യങ്ങളും വേണ്ടപ്പെട്ട കാര്യങ്ങളും നോക്കാതെ നാട്ടുകാർക്ക് വേണ്ടി പാഞ്ഞു നടക്കുന്ന ആളുകൾക്ക് നാട്ടുകാരെ അമ്മായിനെ നിങ്ങൾ അയച്ചു കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കാണ്. അപ്പോൾ അവർക്കൊരു മെസ്സേജ് അതിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ കേൾക്കില്ല. ഒരു തേർഡ് പാർട്ടി അതിൽ ഇടപെടുമ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ആ പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ കൊടുത്ത് പറഞ്ഞാൽ അവരത് കേൾക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവായി മാറും. അപ്പം ചിലപ്പോൾ അവർ എതിർക്കും, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ പ്രവൃത്തിപഥത്തിൽ വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. വെളിച്ചക്കുറവൊന്നുമില്ല വീഡിയോയ്ക്ക്. ചെറിയ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നാലും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണാൻ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ 8 മണിക്ക് നമ്മുടെ വീഡിയോ ഒന്നും ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യണ്ടേ? അതുകൊണ്ടാണ്. അതുപോലെ ഇല്ലാത്ത ആളുകളെക്കുറിച്ച് അത് വലിയൊരു പ്രശ്നമാണ്. ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്ക് നിങ്ങൾ. ഓരോ വീഡിയോയും ഒരു 8 വീഡിയോ ആകെ വന്നിട്ടുള്ളൂ. അത് ഓരോന്നും കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങളത് അതിൽ നിന്നുള്ള ഗുണപാഠം എടുക്കുക. അതല്ല നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അത് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് കാണാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞില്ലേ, എന്തിനൊരു വേ ഓഫ് അപ്രോച്ച് ഉണ്ട്. ചിലപ്പോൾ
ഒരു ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ. ഭർത്താവ് നന്നായി ജോലിക്കും കാര്യത്തിനൊക്കെ പോണതാണ്, പക്ഷേ കിട്ടുന്ന കാശ് മുഴുവൻ എന്താണ്, ഒന്നല്ലെങ്കിൽ മദ്യപാനിയായിരിക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് ഇങ്ങനെ നടക്കുകയായിരിക്കും. ഇവിടെ ഒന്നും ലോണും പ്രശ്നങ്ങളും പരിതാപവും, വീട്ടിൽ തല്ലും വഴക്കും, കുട്ടികളുടെ കാര്യമൊന്നുമില്ല, കുടുംബത്തിൽ പൈസ കൊടുക്കണില്ല, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടുകാരെ അമ്മായില്ലേ, അതൊന്ന് അവനാണ് ആദ്യം കാണുക. എന്നിട്ട് നിങ്ങളുടെ ആ വേണ്ടപ്പെട്ട ആ സ്നേഹനിധിയായ ആ മനുഷ്യനെ ഉണ്ടല്ലോ, ആൾ നല്ല മൂഡിലുള്ള സമയത്താണ് ഒരുമിച്ചിരുത്തി കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക, കേൾപ്പിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ വേറെ സ്ഥലത്തുള്ള ആളുകളാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് കാണാൻ പറയുക, ഞാൻ കണ്ടു, എനിക്ക് നല്ല കാര്യങ്ങളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് നല്ല നേരത്ത് പറയണം. പെര കത്തുമ്പോൾ അതിന് കൂടെ കൊണ്ടുപോയിട്ട് പിന്നെ പെട്രോൾ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയുമ്പോഴല്ലേ ഏട്ടാ എനിക്ക് കുഴപ്പമുള്ളൂ. ഇത് കണ്ട അറിവുള്ള ആളുകൾ പറയുന്നത് കണ്ട പറയുമ്പോൾ അതങ്ങനെ അവർ കേൾക്കും. അപ്പം ചിലപ്പോൾ എതിർത്താലും പിന്നീട് അത് വരും ദിവസങ്ങളിൽ മാറ്റം ഉണ്ടാവും. പിന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുള്ള ആളുകൾ ഉണ്ട്, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, എനിക്കൊരു കഴിവില്ല, തോൽക്കുള്ളൂ, തുന്നാൻ പാടുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ പോകുള്ളൂ, അങ്ങനത്തെ ആളുകൾക്ക് വീഡിയോ അതിൽ കിടക്കണില്ലേ? ഏതാ നിങ്ങൾക്കും കഴിവുകളുണ്ട് എന്നുള്ള വീഡിയോ ഉണ്ട്, കഴിവുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളൂ. ഇതിലൊക്കെ ഓരോ മെസ്സേജുകളുണ്ട്, അനുഭവം ഗുരുവായിട്ടുള്ള മെസ്സേജുകളെ, പല ആളുകളായിട്ടുള്ള സഹവാസത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അതൊക്കെ. പലരും വിളിച്ച് എന്നോട് പേഴ്സണലി പറയാറുണ്ട്, സാറേ ആ കണ്ടൻറ്റ് അങ്ങനെയാണ്, എന്നെയാണ് സാർ ഉദ്ദേശിച്ചത് ഒക്കെ ചോദിക്കുന്നുണ്ട്. ചിലരെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളുടെ ഭർത്താവ് ചോദിച്ചു അത്രേ, ഈ നാട്ടുകാരുടെ അമ്മായി എന്നുള്ളത് അവർ ഒരുമിച്ചിരുന്ന് കേട്ടപ്പോൾ, ഇത് നിന്നെക്കുറിച്ച് തന്നെയാണത്, നീ തന്നെയാണ്. എന്നിട്ട് ആളെ എന്നോട് ചോദിക്കുക, എന്നെക്കുറിച്ചാണോ അത്? ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള കുറേ ആളുകളെ ഉദ്ദേശിച്ച ആളെ ഉദ്ദേശിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ, എന്നൊന്ന് വിളിച്ച് അവരുടെ പരാതി കേൾക്കാനും പരിഭവം കേൾക്കാനും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ ഉപയോഗിക്കാം, ഒരു രൂപ ചിലവില്ലല്ലോ. പിന്നെ വെറുതെ നമ്മൾ ഇപ്പോൾ മറ്റു വീഡിയോകൾ കാണുന്ന പോലെ നേരം പോക്കിനോ തമാശയ്ക്കോ അല്ലല്ലോ നമ്മളിത് കാണേണ്ടത്. എന്തെങ്കിലും ഒരു മെസ്സേജ് വേണം, ആളുകൾക്ക് ഉപകാരപ്പെടണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അല്ലാതെ കോമഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, വൈറലാവാനൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരറിവും ചെറുതല്ല. അപ്പം എന്ത് ചെയ്യുക, അവനവന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് സ്വയം തിരുത്താൻ പറ്റുന്നത് ചെയ്യുക. പിന്നെ സ്വയം പ്രശ്നങ്ങളുണ്ടെന്ന് ആരും സമ്മതിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളായിരിക്കും നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ ബന്ധപ്പെട്ട ആളുകളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ നോക്കുക. പറ്റില്ലെങ്കിൽ അതിന് വഴികളുണ്ടാവും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാവും. ചിന്താഗതികളിൽ ചെറിയ മാറ്റം വരുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോസും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കരയിപ്പിക്കുന്ന കറവ പശു കാണാത്തൊരു കണ്ടോളെ, പുതിയ വീഡിയോ ഒന്നേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടോ, ഇല്ലെങ്കിൽ കാര്യം പോക്കാം. അതിപ്പോൾ ഒരു 2 കേടടുത്തായി വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആവശ്യക്കാരും ഉണ്ട്. അതുപോലെ ഇട്ട വീഡിയോസിൻ്റെ പേര് ഞാനടക്കം മറന്നു, കാരണം ഇതൊന്നും എഴുതി വെച്ചോ നോട്ട് ചെയ്തൊന്നും അല്ല പറയണത്, ഇതൊരു ഒഴുക്കിനിങ്ങനെ വരണതാ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ നേരിട്ട് കണ്ട് സംവദിച്ചാണ് ശീലം. ഈ റേഡിയോ പോലെ പറയൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വേറെ വല്ലൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ അങ്ങനെ പോകും. ഇതിപ്പോൾ ഒരു തിരക്കുള്ള സ്ഥലത്ത് മാറി ജസ്റ്റ് വണ്ടിയിലിടുന്നത് ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരുമ്പോഴുള്ള ഡിസ്റ്റർബൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടൊന്നും കയറി വരില്ലല്ലോ, സൗണ്ടൊന്നും കയറി വരില്ല. അതങ്ങനെ നല്ല സൗണ്ട് പ്രൂഫ് വണ്ടിയൊക്കെയാണ്. കാണാമല്ലോ. ഇതുപോലെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള പല ആളുകളും ഉണ്ടാവും പണ്ട് കാലത്തൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും. അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ജീവിതകഥയും ഹിസ്റ്ററിയൊക്കെ നമ്മൾ പിന്നീട് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യും, അതിപ്പോഴല്ല. അതൊക്കെ ഒരു സിനിമ എടുക്കാനുള്ളതുണ്ട്, അതൊക്കെ വഴിയേ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക. ഈ വീഡിയോയിലും അതുപോലെ മറ്റുള്ള കാണുന്ന വീഡിയോയിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
അത് ശരിയാണ്, അല്ലെങ്കിൽ ഇന്ന പോലെയാണ്, അല്ലെങ്കിൽ ഇന്നതിൻ്റെ പോലെ കുറച്ചുകൂടി നന്നായിരുന്നു. ചിലപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിന് സ്പീഡ് കുറവുണ്ടാവും, ചിലപ്പോൾ വീഡിയോ ക്ലാരിറ്റി കുറവുണ്ടാവും. അതൊക്കെ പതുക്കെ മാറ്റാൻ നോക്കാം. പെർഫെക്ഷന് വേണ്ടി കാത്തിരുന്നാലൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അതൊരു മെസ്സേജാട്ടാ. അതുപോലെ കമൻറ്റ് എഴുതാൻ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു വിചാരിക്കണ്ട. മാന്യമായിട്ടുള്ള കമൻറ്റുകൾ ആർക്കും എഴുതാം. ചിലർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒക്കെ കോമഡിയാണ് അവർക്ക്. നമ്മുടെ യൂട്യൂബിലല്ല, ഞാൻ വേറൊരു ഇതിൽ നമ്മുടെ ഉണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാലങ്ങളായിട്ട് എവിടെ എത്തിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു പെണ്ണ് പോലും കിട്ടിയിട്ടില്ല. പോരെ, അത്ര നല്ല കയ്യിലിരിപ്പാ. ആ വ്യക്തി എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയേക്കാണ് എന്ത് അല്ലുള്ളത് കൂണ്ടെന്ന്. മനസ്സിലായ? അപ്പോൾ അതെല്ലാം ഉണ്ടാവും. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമുക്ക് പൊതുവായ വേദിയിലുണ്ടാവും, നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊന്നും വിഷയമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള ഓരോ വീഡിയോസും ഓരോ മെസ്സേജാണ്. അപ്പോൾ നിങ്ങൾക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് നിങ്ങളുടെ ആവശ്യക്കാരായ ആളുകൾക്ക് അയച്ചു കൊടുത്ത് അവരെ കൂടെ ഇരുന്ന് കണ്ട് ഒക്കെ അവർക്ക് ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കുറേ പരിഹാരങ്ങളുണ്ടാവും. സ്വന്തം തീരുമാനം വരും. മറ്റുള്ളവരെ പിന്നാലെ വെറുതെ നടന്ന് നേരം കളയിൽ മാറും. കുറ്റപ്പെടുത്തലും കളിയാക്കലും മാറും. പോസിറ്റീവ് ചിന്താഗതി വരും. പിന്നെ ജോലിയും കൂലിയും വരുമാനമൊക്കെ അല്ലേ. ഹെൽത്തും ഹാപ്പിനെസ്സും നമ്മുടെ ഘടകമാണ്. ചെയ്യുന്ന ജോലിയുടെ കൂടെ അധിക വരുമാനം കിട്ടുള്ളതും നിലവിലെ വരുമാനത്തിന് തടസ്സമില്ലാതെ പ്രവർത്തിക്കാനുള്ള മേഖലയൊക്കെ ഉണ്ട് ഇവിടെ. അതൊന്നും ഞാൻ ഇപ്പം ഇതിൽ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ആവശ്യക്കാർക്ക് എന്ത് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള സാഹചര്യം സൗകര്യമൊക്കെ നമുക്കിവിടെ ഉണ്ട്. അവരും കൂടി അതിനൊക്കെ തയ്യാറാവണം എന്നുള്ളൂ. ചില കമൻറ്റിൻ്റെ ചിലർ അതൊക്കെ എഴുതുന്നുണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നമ്മുടെ കൂടെ പല മേഖലയും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. സ്കൂളിൽ പഠിപ്പിച്ചിട്ടൊന്നല്ല അവർ സാറേ എന്ന് വിളിക്കുന്നത്. അവരെ പല കാര്യങ്ങളിൽ അവരെ സഹായിച്ചുകൊണ്ടും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടൊക്കെയാണ് അവരങ്ങനെ വിളിക്കുന്നത്. മനസ്സിലാവണ്ട? അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴും കിട്ടുന്നൊരു സന്തോഷം, അത് വലിയൊരു സന്തോഷമാണ്. മറ്റുള്ളവരെ സഹായിച്ചും സപ്പോർട്ട് ചെയ്തും വളരുക, നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കാര്യം. ആളുകളെ സ്വന്തം കാര്യം നിർത്തുക, അല്ലാതെ എന്തെങ്കിലും പിച്ചക്കാശ് കൊണ്ടിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് എന്ന് ഒരു അടിവയം പോലെ കൊണ്ടു നടക്കലല്ല. ഓരോരുത്തരുടെ കൺസെപ്റ്റ് വ്യത്യസ്തമായിരിക്കും. ആത്മാഭിമാനത്തോടു കൂടി അവരെ സ്വന്തം കാലം നിർത്തി ആ തരത്തിലേക്ക് മാറ്റുക. അതിനെല്ലാവരെയൊന്നും പറ്റില്ല. കാരണം കുറേ ആളുകൾ കുറേ തരമുണ്ട്. നമ്മളിപ്പോൾ 100 ആളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ 100 ആളുകളെ കണ്ടു കഴിഞ്ഞാൽ സമൂഹത്തിലെ നമുക്കൊരു 3 തരത്തിലതിൽ മാറ്റാം. ഒരു 30% ആളുകൾ ചിലപ്പോൾ അത് കേൾക്കാം, എന്ത് കാര്യമായിക്കോട്ടെ. ഒരു 30% ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യാം. ഒരു 30% ആൾക്കാർ ന്യൂട്രലായിട്ട് നിൽക്കും, കേൾക്കും, ഇതൊന്നും ചെയ്യില്ല. ഒരു 10% ആളുകൾ അതിനെ ചിലപ്പോൾ എതിർക്കും, നെഗറ്റീവായിട്ട് മാറും. അതൊക്കെ ഇതിലുള്ളതാ ഏവറേജ് റേഷ്യോ. അപ്പോൾ കുറച്ച് ആളുകൾക്കെങ്കിലും എന്തുണ്ടാവണം? നമ്മുടെ ഈ ചാനൽ വഴി കുറേ കാര്യങ്ങൾ കേട്ട് ഗുണങ്ങളുണ്ടാവണം. ഇത് കേട്ട് പോകാനുള്ളതല്ല, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോസ് ഉപയോഗപ്പെടുത്തണം, ഇതിൻ്റെ കണ്ടൻറ്റ് ഉപയോഗപ്പെടുത്തണം. അതാണ് ഇതിൻ്റെ പ്രധാന മെസ്സേജ്. അത് തന്നെയാണ് ഇതിലെ സിമ്പിൾ ടിപ്പും. മനസ്സിലാവുണ്ടോ? ഇതിനൊരു രൂപ ചിലവില്ല. അവനവൻ വീഡിയോ സമയം കിട്ടുമ്പോൾ കാണുക. ഇഷ്ടംപോലെ സമയം കിട്ടുന്ന ആളുകളുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുത്താൻ പറ്റുന്ന കാര്യമുണ്ടോ നോക്കുക. അതല്ലെങ്കിൽ അത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവർക്കത് അയച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ മാറ്റം മനസ്സിലാവും. എന്താ പറയുക, വയനാട്ടിൽ നിന്നും വരുന്നു പറയില്ല, എന്താ വരുന്നില്ലാന്ന് വരാ ഒരു പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരുന്നു കേട്ടിട്ടില്ലേ? വരും. അതുപോലെ വേറെ ചൊല്ലുണ്ട്, അടയ്ക്കാകുമ്പോൾ മടിയിൽ വയ്ക്കുക, അടയ്ക്കാമരാകുമ്പോൾ എന്ത് വേണം? മടിയിൽ നിൽക്കില്ല. അതുപോലെ ആശയങ്ങൾ നല്ലതാകുമ്പോൾ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാകുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കും, ചാനലൊക്കെ വളരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വളരുന്ന ആളുകളെ കൂടെ നിന്നാൽ എല്ലാവർക്കും വളരാം. ഒരുപാട് കഴിവുള്ള അറിവുള്ള ആളുകളുണ്ട്, അവരെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. പലരിൽ നിന്നും നമുക്ക് പലതും പഠിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും വാല്യുബിൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങളും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ സജീവമാവണം. കാരണം ഈ 1 വേ ട്രാക്ക് നമുക്ക് ശരിയാവില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ലൈവ് വീഡിയോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പോസിബിളായിട്ടുള്ള ലേഡീസൊക്കെ ഉള്ളതല്ലേ, പോസിബിളായിട്ടുള്ള പകൽ ടൈമിൽ നമുക്ക് ലൈവ് ചെയ്യാം. നമുക്ക് നട്ടപ്പാതിരക്കൊന്നും ലൈവ് ചെയ്യേണ്ട.
അങ്ങനെയുള്ള ആ സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ തുറന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയല്ലോ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സമയം കിട്ടുമ്പോൾ ഷാൾ ടോക്സിൽ ഓരോ വീഡിയോസും കാണും. ഇപ്പം നിലവിലിട്ടിട്ടുള്ളത് അതിലൊക്കെ ഓരോ ആവശ്യമുള്ള കണ്ടന്റ് ഉണ്ട്. നിങ്ങൾക്ക് കുറേ ആളുകളെ സഹായിക്കാൻ പറ്റും അതുവഴി. പിന്നെ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് ചാനലിനും ഒക്കെ ഉണ്ടാവും ഇല്ലേ? പിന്നെ എവിടെയെങ്കിലൊക്കെ വെച്ച് നിങ്ങൾ കാണുമ്പോൾ പറയുക ഞാൻ സബ് ചെയ്തിട്ടുള്ള ആളാണ്, നേരിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതല്ല കോൺടാക്ട് നമ്പറുള്ള ആളുകൾ നേരിട്ട് വിളിക്കുക. അങ്ങനെയൊക്കെ വേണം. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുക. അപ്പോൾ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. വീഡിയോ കൂടുതൽ ദീർഘിപ്പിച്ച് കൊണ്ടുപോകണില്ല. കാരണം ഒരേ മുഖം ഇങ്ങനെ ഇന്ന് കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊന്നും വലിയ രസമൊന്നും ഇല്ലല്ലോ. പിന്നെ അത്ര കാണാൻ ഭംഗിയുള്ള മുഖമല്ല. അപ്പോൾ ഇതിങ്ങനെ കേട്ടിരിക്കാൻ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ സബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ് ചെയ്യണം. അതുപോലെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് ഓൾ എനേബിൾ കൊടുത്താലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടുള്ളൂ. ചിലർ വിളിച്ചിട്ട് ചോദിക്കണമെന്ന് വീഡിയോ ഇട്ടില്ലേ, ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നൊക്കെ പറയണ്ട. അല്ലെങ്കിൽ പിന്നെ ചാനൽ തുറന്ന് ദിവസം നോക്കണം. അപ്പോൾ ലോങ് വീഡിയോസ് രാത്രി 8 മണിക്കാണ് ചാനലിൽ വരിക. ഷോർട്സ് ചില ദിവസങ്ങളേ ഇടുള്ളൂ. അത് കാലത്ത് 8 മണിക്കാണ് വരിക എന്നാലും പറഞ്ഞു. പറഞ്ഞ പോലെ ഒരു കോൾ അതിൻ്റെ ഇടയിൽ കയറി വന്നായിരുന്നു, അത് കട്ട് ചെയ്തതാണ്. ടൈറ്റിൽ പറഞ്ഞ പോലെ സിമ്പിൾ ടിപ്സ് ഇത്രേ ഉള്ളൂ. അവനവനെ കാര്യങ്ങൾ കേട്ട് ഉപയോഗിക്കുക. നമ്മുടെ ഈ ചാനലിൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റായിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് എഴുതണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, നിങ്ങളത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ പറയണം. അപ്പോഴല്ലേ ഒരു പ്രോത്സാഹനമാവുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. മുന്നേ പറഞ്ഞ മാതിരി സംഭാവനകൾ കൂമ്പാരമാകുമ്പോഴാണ് പരിപാടി ഗംഭീരമാവുക അല്ലേ? എല്ലാവരും സഹകരിക്കുക. ഓക്കെ, താങ്ക് യു.